പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ജനങ്ങളിൽ ഉത്തമരായ ശ്രേഷ്ഠരായ പല വിഭാഗക്കാരെ കുറിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഉത്തമരാകാൻ സാധിക്കുന്ന, ശ്രേഷ്ഠരാകാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഒരു മനുഷ്യന് തൻ്റെ ആയുസ്സിൽ വർധനവ് ലഭിക്കുക എന്നത്. ഒരു സത്യവിശ്വാസിക്ക് തൻ്റെ ആയുസ്സിൽ വർധനവ് ലഭിക്കുമ്പോൾ അതിൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തൻ്റെ ആയുസ് കൊണ്ട് പല നേട്ടങ്ങളും കരസ്ഥമാക്കാൻ സാധിക്കും. ഒരിക്കൽ ഒരു അഅറാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുന്നാസി ഖൈറുൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുത്തു, മൻ തോല ഉംറുഹു വഹസുന അമലുഹു. ആരുടെ ആയുസ്സിലാണ് വർധനവ് ലഭിക്കുന്നത്, ആ വർധനവ് ലഭിച്ച കാലം ആര് സൽക്കർമ്മത്തിനു വേണ്ടി ചെലവഴിക്കുന്നുവോ അത്തരക്കാരാണ് ജനങ്ങളിൽ ശ്രേഷ്ഠരായിട്ടുള്ളവർ എന്ന്. പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ സ്വഹാബത്തുകളെല്ലാം റളിയല്ലാഹു അൻഹും ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒരു സൽക്കർമ്മത്തിൽ നിന്നും മറ്റൊരു സൽക്കർമ്മത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ജീവിച്ചവരായിരുന്നു. വളരെ മനോഹരമായ ഒരു വചനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ അറാദല്ലാഹു ലി അബ്ദിൻ ഖൈറൻ. അല്ലാഹു തൻ്റെ ഒരു അടിമക്ക് ഒരു നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫഅസ്സലഹു, അവനെ മധുരിപ്പിക്കുന്നതാണ് എന്ന്. അസ്സല് തേൻ എന്നാണല്ലോ. അപ്പോൾ മാ അസ്സലഹു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു, യഫ്തഹുല്ലാഹു അസ്സ വജല്ല അമലൻ സ്വാലിഹൻ ഖബല മൗതിഹി. തന്റെ മരണത്തിന് മുമ്പായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൽക്കർമ്മം ചെയ്യാൻ അവന് അവസരമുണ്ടാക്കി കൊടുക്കും. ഫയഖ്ബിലുഹു അലൈഹി. അങ്ങനെ അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ആ വ്യക്തി സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ അവനെ മരിപ്പിക്കുന്നതാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു സൽക്കർമ്മത്തിലായിക്കൊണ്ട് മരണപ്പെടുക എന്നതാണ് ഹുസ്നുൽ ഖാത്തിം. ഇങ്ങനെ ഹുസ്നുൽ ഖാത്തിം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റഹ്മഹുല്ലാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പൗത്രനായിരുന്നു. അദ്ദേഹം മരണപ്പെടുന്നത് നോമ്പുകാരനായിക്കൊണ്ടാണ് എന്ന് അദ്ദേഹത്തിന്റെ മകൻ ഇഷാം രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കുന്ന ആയുസ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.